നോയ്സ് ഓൾസോ ഈസ് വർക്കിംഗ് ത്രൂ ഇൻക്രീസിങ് യുവർ സ്ട്രെസ്. കാരണം സ്ട്രെസ്സ് ബ്രെയിനിൻ്റെ കോർട്ടെക്സിലെ അത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടെക്സ് അത് ഹൈപ്പോതലാമസിലോട്ട് അതിൻ്റെ സ്റ്റിമുലേഷൻ കൊടുക്കും. ഹൈപ്പോതലാമസാണ് നമ്മളെ ഹോർമോണിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഹോർമോൺ കൺട്രോൾ ചെയ്യുമ്പോൾ ഹോർമോണിന് ഇൻക്ലൂഡിങ് പിറ്റ്യൂട്ടറി, ആ ഹോർമോണിനകത്ത് വരുന്ന സ്ട്രെസ് ഹോർമോണുണ്ട്, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ, അതേപോലെ അഡ്രീനലിൻ, നോർ അഡ്രീനലിൻ, ഇതെല്ലാം സ്ട്രെസ് ഹോർമോൺസാണ്. അത് നമുക്ക് ആവശ്യത്തിന് വേണം. ഒരുത്തനെ ഇപ്പോൾ ഒരു പട്ടി അടിക്കാൻ വരുമ്പോൾ ഓടണമെങ്കിൽ ഈ അഡ്രീനലിൻ ഉണ്ടെങ്കിൽ ഓടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കാല് ചലിക്കത്തില്ല. പക്ഷേ ഇത് എപ്പോഴും വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡേഞ്ചറസ് ഓൾസോ. സോ ആക്ച്വലി ശബ്ദം അമിതമായിട്ട് തലച്ചോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടും, അഡ്രീനലിൻ കൂടും, കോർട്ടിസോൾ കൂടും. ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഹാർട്ട് റേറ്റ് കൂടും. നിങ്ങളൊരു ലൗഡ് സ്പീക്കറിൻ്റെ കീഴിൽ പോയി നിൽക്കട്ടെ, പടപടാന്ന് നെഞ്ചിടിക്കുന്ന അനുഭവപ്പെട്ട് കാണും. അതിൻ്റെ കാരണം യുവർ ഹാർട്ട് റേറ്റ് ഈസ് ഇൻക്രീസിങ്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അഡ്രീനലിൻ കൂടിക്കഴിഞ്ഞാൽ, കോർട്ടിസോളും കൂടിയാൽ ഡയബറ്റിക് പേഷ്യൻസിൽ ബ്ലഡ് ഷുഗർ കൂടും. ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുതലുള്ളവർക്ക് പ്രഷർ കൂടും. അതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. അതുകൂടാതെ ഇത് ഈവൻ ഒരു ഹാർട്ടിൻ്റെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ള വ്യക്തിക്ക് അത് മതി.